ജീവനുണ്ടോ നോക്ക്. മാലപ്പടക്കം 5. കണ്ട ബാങ്ക് റോബറി സക്സസ്. അതിലിപ്പോ എന്താ വലിയ കാര്യം? എന്റെ പ്ലാനിങ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, പ്രിസൈസ്. ആ പടക്കക്കടയിലെ ശ്രദ്ധ തിരിക്കലായിരുന്നു മാസ്റ്റർ സ്ട്രോക്ക്. ആ സ്ട്രോക്കിൽ ആള് ചാകാത്തത് ഭാഗ്യം. സത്യം. ഒരു ബാങ്ക് മുഴുവൻ കവർ ചെയ്തിട്ടും ഈ ഉണക്കപ്പെട്ടിക്കൊള്ളുന്നു മാത്രമേ കിട്ടിയുള്ളൂ. ഇത് തന്നെ കിട്ടിയത് മഹാഭാഗ്യം. ആ ബാങ്കിനകത്ത് ഒരു മാങ്ങാത്തൊലിയില്ലായിരുന്നു. അതും ഇതും പറഞ്ഞോണ്ടിരിക്കാതെ പെട്ടി തുറക്കാൻ നോക്ക്. കർത്താവേ, ആയിരങ്ങളുടെ മാത്രം കെട്ടായിരിക്കണേ. ഇത് തുറക്കാൻ പറ്റുന്നില്ല, നമ്പർ ലോക്കാ. എങ്കിൽ 9 നീ ആളൊഴിഞ്ഞ് ഏതെങ്കിലും സ്ഥലത്ത് നിർത്തി നമുക്ക് തല്ലി പൊട്ടിക്കാം. അങ്ങോട്ട് ഇറങ്ങും മാഷ. ഒന്ന് സഹായിക്കി. ഒന്ന് നേരെ നടക്ക്. തിരിപ്പിക്കാൻ പറ്റാത്ത മർമ്മത്ത് തന്നെ അവൻ ചവിട്ടി. ഇന്നത്തോടെ നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരാനടാ. ആദ്യം നമുക്ക് ഈ ജീപ്പ് മാറ്റിയിട്ട് പുതിയൊരു കാർ എടുക്കണം. 1000 നോട്ട് ഇങ്ങോട്ട് ഇട്ട് 500 എല്ലാം കൂടെ ഇങ്ങോട്ട് പോയി. അതൊക്കെ ഞാൻ തീരുമാനിക്കാതെ. ആൾക്കാർ വരുന്നുണ്ടോ നോക്ക്. അതിന്റെ ഇടയിൽ വല്ല ഉണ്ടാ നോക്ക്. ഇതെന്തോന്നടെ പെട്ടി മുഴുവൻ ജെട്ടിയാ. പടച്ചോനെ, ജെട്ടി പോലും പണയത്തിനെടുക്കണ ബാങ്കോ. ഡിസപ്പോയിന്റ് ആവരുത്, വേറെ പ്ലാൻസ് ഉണ്ട്. തനിക്ക് വെച്ചിട്ടുണ്ടടാ മുട്ടെ. ഇതിലിപ്പോ എന്നെ നോക്കുന്ന എന്തിനാ? നിങ്ങളെല്ലാം പോയി കൊണ്ടുവന്ന ലക്ഷങ്ങളല്ലേ ഇത്? ദേഹത്തിട്ടോണ്ട് നടക്കേണ്ട അണ്ടർവെയർ പെട്ടിയിലിട്ടോണ്ട് നടക്കുന്നു ദരിദ്രവാസികൾ. ആനിഷ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയായിരുന്നു 3 ആയുധധാരികൾ ബാങ്കിൽ കടന്നത്. വയനാട്ടിൽ വൻ ബാങ്ക് കവർച്ച, നോക്കുകുത്തിയായി പോലീസ്. പുൽപ്പള്ളിയിലെ നമ്പ്യാർ ആൻഡ് നമ്പ്യാർ ഫിനാൻസിൽ ഇന്നു രാവിലെയുണ്ടായ മുഖംമൂടി ആക്രമണത്തിൽ കോടികളുടെ കവർച്ച. തിരക്കുള്ള നഗരമേഖലയിൽ പട്ടാപ്പകൽ നടന്ന ഈ കവർച്ച പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ശിവദാസിന്റെ പരിധിക്കുള്ളിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പൊതുജനം ഭീതിയിലാണ്. പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ SP ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി രാഷ്ട്രീയ സംഘടനകൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ക്യാമ്പിൽ കിളിത്തട്ട് കളിച്ചോട്ടെടുത്ത തന്നെ പിടിച്ച് ലോക്കലിട്ടതേ എനിക്കൊരു അടുപ്പം തോന്നിയുണ്ട്. അതിപ്പോ എനിക്ക് വിനയായി. സാർ, ഇപ്പൊ ഇത് എന്റെ പേര് എടോ, താൻ ജന്മനാ മണ്ടനാണോ അതോ മണ്ടത്തിൽ അഭിനയിക്കുന്നതാണോ? സത്യമായിട്ടും അഭിനയിക്കല്ലേ സാർ? ഒരു ഫേസ്ബുക്കും സെൽഫിയും എത്രയും പെട്ടെന്ന് ഈ കേസിന് തുമ്പുണ്ടാക്കിയില്ലെങ്കിൽ തൊപ്പി ഞാൻ തെറിപ്പിക്കും, പറഞ്ഞേക്കാം. അത് വേണ്ട സാർ. വരാൻ പറ. രക്ഷിക്കണം സാർ. 112 ലക്ഷം. എന്റെ 112 ലക്ഷം രൂപയാ സാറേ അവന്മാര് കൊള്ളയടിച്ചോണ്ട് പോയത്. നടന്ന മുഴുവൻ വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൂ, ഒന്നും മറച്ചു വെക്കണ്ട. അവരതിഭയങ്കരന്മാരായ 3 ഭീകരന്മാരായിരുന്നു സാർ. 3 പേരും കറുപ്പായിരുന്നു സാറേ ധരിച്ചിരുന്നത്. എന്താ പറഞ്ഞേ? അല്ല സാർ, അത് പിന്നെ കറുത്ത പാന്റും കറുത്ത ഷർട്ടും യൂണിഫോം അതാ ധരിച്ചിരുന്ന. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ബ്ലാക്ക് മാൻ. 3 ബ്ലാക്ക് മാൻ. സാർ എന്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞത്? ഞാൻ മണ്ടത്തരെ ചെയ്യത്തുള്ളൂ, മണ്ടത്തരെ പറയത്തുള്ളൂ, സെൽഫി എടുത്ത് നടക്കുകയാണെന്ന്. പക്ഷെ സാർ കളിയാക്കി അതേ സെൽഫി ഉപയോഗിച്ച് ഞാൻ അവന്മാരെ കീഴ്പ്പെടുത്താൻ പോവാണ് സാർ. ഞാൻ അവരെ കണ്ടിരുന്നു, ചേർത്ത് നിർത്തി സെൽഫിയും എടുത്തിരുന്നു. ആ ഫോട്ടോ ഉപയോഗിച്ചാണ് നമ്മൾ അവരെ പൊക്കാൻ പോകുന്നത്. കണ്ണു തുറന്ന് നോക്കണം സാർ. എനിക്കും പ്രമോഷൻ, കൂട്ടത്തിൽ സാറിനും പ്രതീക്ഷിക്കാം. വയറ് നിറച്ച് കാണാൻ. എന്ത് കരുതി ശിങ്കം ശിവദാസനെ കുറിച്ച്? ഭീകരന്മാര് കള്ളന്മാര്. യവനെ ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, യവന്മാരെ ഞാൻ പൊക്കും. സാറാണല്ലോ ഈ നമ്പ്യാർ ആൻഡ് നമ്പ്യാർ ബാങ്ക് മോഷണം. ബഹളം വേണ്ട, ഓരോരുത്തരായിട്ട് ചോദിച്ചു. ആദ്യം കുട്ടി തന്നെ ചോദിച്ചു. ലേഡീസ് ഫസ്റ്റ് ആണല്ലോ, ചോദിച്ചോ. സർ, ഈ ബാങ്ക് മോഷണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്. അതെ, എനിക്കിത്തിരി വെള്ളം വേണം. വെള്ളം? ഒരു മിനറൽ വാട്ടർ കമ്പനിയും കൂടെ ഞങ്ങളെ കൊണ്ട് തുടങ്ങിക്കാത്തത്. അന്ധവിശ്വാസം വലിക്കുന്നതിന് മുമ്പ് ദാഹജലെങ്കിലും കൊടുക്കണമെന്ന്. എന്തായാലും വാങ്ങിച്ചു കൊടുക്കും. എന്തിനിങ്ങനെയൊക്കെ പറയുന്നു? അവിടെ എവിടെയെങ്കിലും കടയുണ്ടെങ്കിൽ നിർത്ത്.
അല്ലെങ്കിൽ ഇതിനകത്തൊരു ചാവും. ഇയാള് മാഷല്ല, MLA ആകേണ്ടതായിരുന്നു. അതാവുമ്പോ നിയമസഭയിൽ നിന്ന് ഇഷ്ടം പോലെ ഇടിയും കടിയും ഫ്രീ ആയിട്ട് കിട്ടിയാനെ. ഇറങ്ങി വാ, വെള്ളം കുടിച്ച് പുതിയ ഐഡിയ പറഞ്ഞ് ഇടി വാങ്ങാനുള്ളതല്ലേ. ഐൻസ്റ്റീന്റെ ഐഡിയ പോലും ചീറ്റി പോയിട്ടുണ്ട്. പിന്നെന്താ വലിച്ചിറക്കട അങ്ങോട്ട്. ഞാനെന്താ വെള്ളത്തിന് ಕನ್ನಡയിൽ എന്താണെന്ന് അറിയാം. ಹಾಲಿನ ಪೂರ್ತಿ ದುಡ್ಡು ಕೊಡಬೇಕು. ವೆಂಕಟ ನೀನು ಹೋಗು, ದುಡ್ಡು ನಾನು ಕೊಡ್ತೀನಿ. ಹೋಗು ಹೋಗು. വെരി ഗുഡ്. ഇവൻ തന്നെ തോന്നുന്നു പശുവിനെയും കറക്കുന്നത്. എനിക്ക് 4 ലിംബി എണ്ണ ജ്യൂസ് കൊടി സർ. ഓക്കെ. ലിംബി എണ്ണനെ? ലിംബി എണ്ണനല്ല, ലിംബി എണ്ണു, നാരങ്ങ വെള്ളം. അപ്പൊ ഈ ചായക്ക് ശശി എണ്ണൻ എന്നെങ്ങനെ ആയിരിക്കും? അല്ല, ചായക്ക് ഇവിടെ കാപ്പി എന്നാ പറയാറ്. അല്ല, വീട്ടിൽ നിന്ന് ഉമ്മച്ചേടാ പറഞ്ഞാ മനസ്സിലാവുന്ന ചക്കരെ പറ. സൽമാനിക്ക, ഞങ്ങളുടെ ബാങ്കിൽ കൊള്ളക്കാര് കേറി. അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ ചേട്ടനും അനിയനും സ്റ്റേഷനിൽ പോയേക്കുവാ. ബാങ്കിൽ നിന്നും വിലപ്പെട്ട കൊറേ വിലപ്പെട്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടി, ലോക്കറിൽ എന്ന 5 പൈസ പോലും ഇല്ലായിരുന്നടി. ഞങ്ങളാ ബാങ്ക് കൊള്ളയടിക്കാൻ കയറിയത്. നിങ്ങളാണോ ബാങ്ക് കൊള്ളയടിച്ചേ? എന്തൊക്കെയാ സൽമാനിക്ക ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പറയാൻ നിൽക്കണ്ട. ഞാനും ജോയും ഒക്കെയാ കൊള്ളയടിക്കാൻ കയറിയത്. ഞങ്ങൾ വാടകയ്ക്കെടുത്ത കറുത്ത യൂണിഫോമിന്റെയും കളിത്തോക്കിന്റെയും വാടക കാശ് പോലും കിട്ടിയില്ലടി. ഇത്രയും ദരിദ്രവാസികളാണല്ലോ നിന്റെ കെട്ടിയോനും അനിയനും. അലവലാദികൾ. പിന്നെ നിന്റെ കെട്ടിയോന് ശരിക്കിട്ട് 2 കൊടുക്കാൻ പറ്റും. അതെ, ഞങ്ങള് പിന്നെ 2-3 ദിവസത്തേക്ക് ഇവിടുന്ന് മുങ്ങുക. എങ്ങോട്ടാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോ ബെഞ്ചാപുര റൂട്ടിലൂടെ മൈസൂര് വഴി ബാംഗ്ലൂർക്ക് പൊക്കോണ്ടിരിക്കുക ഞങ്ങള്. നമ്മള് 2 പേരും അല്ലാതെ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇത് അറിയരുത്. ഇനി ഞാൻ തിരിച്ചു വന്നിട്ട് നിന്റെ ആ കെട്ടിയോൻ പരമതണ്ടിക്ക് ഉറക്ക ഗുളിക കൊടുത്താ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ചക്കരെ, പകലെന്നോ രാത്രിയൊന്നോ വേണ്ട, ഫുൾ ടൈം ഉറക്ക ഗുളിക കൊടുത്തു. എനിക്കിനി എപ്പോഴൊക്കെയാ വിളിക്കാൻ പറ്റുക പറയാൻ കഴിയും. ചിലപ്പോ ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കും. ഇടയ്ക്ക് ഞാൻ വാട്സാപ്പിൽ വരാം. ഓക്കെ ചക്കരെ. ഓഫീസിൽ ഇരുന്നിട്ട് നീ ബ്രാഞ്ച് ഓഫീസ് തുടങ്ങിയല്ലേടി. എന്റെ ലിങ്കുണനെ അലമ്പാക്കരുത്. ഇവരുടെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞ അങ്ങനെ തന്നെ. വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ നമ്പ്യാർ ആൻഡ് നമ്പ്യാർ ഫിനാൻസ് കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കർണാടക അതിർത്തിയിലേക്ക്. പ്രതികൾ സംസ്ഥാനം വിട്ടതായി വ്യക്തമായ സൂചന ലഭിച്ചെന്നും ഏത് കോണിൽ പോയി ഒളിച്ചാലും പിന്തുടർന്ന് പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും അന്വേഷണ സംഘത്തലവൻ CA ശിവദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വകാര്യ കുത്തകൾക്കെതിരെ പോരാടുന്ന മാവോയിസ്റ്റുകളാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക നിഗമനം. അയ്യപ്പ ഭക്തന്മാരുടെ വേഷത്തിൽ വന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചതിലൂടെ ഇവർ ദൈവവിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നതായി ഞങ്ങൾ സംശയിക്കുന്നു. ഒരുപക്ഷേ ദാവൂദ് ഇബ്രാഹിം സംഘത്തിന്റെ ആസൂത്രിത നീക്കമാകാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന കവർച്ചയുടെ മാതൃകയിൽ തന്നെയാണ് ഈ കള്ളന്മാർ ഇവിടെയും ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നതിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രതികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ IT പ്രൊഫഷണലുകളാണെന്നാണ്. എന്തായാലും എന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരാഴ്ചക്കുള്ളിൽ പ്രതികളെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കും. കൊണ്ടുവന്ന് ഫോട്ടോ മീൻചട്ടി തലയാ. ഞാനിത് എന്ത് ചെയ്തെന്ന് ഈ പറയുന്നത്? താൻ ഒറ്റൊരുത്തം പറഞ്ഞിട്ടല്ലോ നമ്മൾ 3 കൂടെ പോയി ബാങ്ക് കൊള്ളയടിച്ചത്. എന്റെ പ്ലാൻ വേറെ ആയിരുന്നു. നിങ്ങൾ പോയി തോന്നിയാസം കാണിച്ചിട്ട് ഞാൻ താൻ പറഞ്ഞ പോലെ തന്നെ മുഖം മൂടിയിട്ട് തോക്കം പിടിച്ചിട്ടല്ലോ ബാങ്ക് കൊള്ളയടിക്കാൻ പോയത്. നിങ്ങളാണോ ബാങ്ക് കൊള്ളയടിച്ചത്? പിന്നല്ലാതെ ഈ വൃത്തിയോട്ടം പറഞ്ഞു. മലയാളം അറിയൂ? അറിയാം. എനിക്ക് ആ ന്യൂസ് വേണം, അതും പെട്ടെന്ന് വേണം. വേറെ ന്യൂസ് ചാനൽ ഈ വാർത്ത വന്നാലുണ്ടല്ലോ നിന്റെ ജോലി അങ്ങ് പോവും. നിനക്ക് 2 മണിക്കൂർ സമയം. എന്റെ പേര് നവീൻ കുമാർ എന്നാ. ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കണം ആദ്യം. മേ കമിങ് സർ? ആ കരൺ, കമിൻ കമിൻ. ഇരിക്കേ. ഗുഡ് മോർണിംഗ് സർ. ബാഡ് മോർണിംഗ്. ന്യൂസ് ഇപ്പോ മറ്റ് ചാനലിൽ പോയതിനു ശേഷമാ നമ്മുടെ ചാനലിലേക്ക് വരുന്നത്. ഇതുപോലെ തുടരുകയാണെങ്കിലുണ്ടല്ലോ ഞാൻ വല്ല ഹിമാലയത്തിലും പോയി തപസ്സിരിക്കേണ്ടി വരും. സർ, നമ്മൾ ന്യൂസിന്റെ പുറകെ ഓടുകയാണെങ്കിൽ ന്യൂസ് നമ്മുടെ മുമ്പിൽ ഓടുകയാണ്. പക്ഷേ നമ്മൾ ക്രിമിനലിന്റെ പുറകെ ഓടുകയാണെങ്കിൽ ന്യൂസ് നമ്മളെ തെരഞ്ഞു വരും. റിലാക്സ് സർ, ഈ ഫയൽ കണ്ടു നോക്കൂ.
ദാറ്റ്സ് ഗുഡ്. ഇതില് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലോ ആ അല്ലേ? ഉണ്ട് സർ. ഓക്കെ, ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗുഡ്. നിനക്ക് താല്പര്യം കൂടുതലുണ്ടല്ലേ? താങ്ക് യു സർ. താങ്ക് യു സർ. കരൺ, എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ക്രൈം സീറോ ആകുന്നത് അപ്പോഴാണ് അത് തല നിവർന്ന് ഹീറോ ആയി നിൽക്കുന്നത്. ശരി, അത് വിട്ടേക്ക്. നീ ഒരു ജോലി ചെയ്യ്. പറയൂ സർ. കൊൽക്കട്ടയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്. അതിന്റെ ഓണറിന്റെ പേര് വാസു എന്നാണ്. ഞാൻ മനസ്സിലാക്കിയത് 1 വർഷത്തിന് മുമ്പേ അയാൾ ഒരു റോഡ് ആക്സിഡന്റിൽ മരിച്ചു എന്നാണ്. പോലീസ് റിപ്പോർട്ടിൽ അങ്ങനെയാണുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ആ ഹോസ്പിറ്റലിൽ എന്തോ തെറ്റായ കാര്യം നടക്കുന്നുണ്ടെന്നാ. സർ, പക്ഷെ 1 കൊല്ലം മുമ്പ് അതിന്റെ ഓണർ റോഡ് ആക്സിഡന്റിൽ മരിച്ചു. സർ, ഒരു പക്ഷേ ഇത് ആക്സിഡന്റ് അല്ലാതെ മർഡർ ആവാനും സാധ്യതയുണ്ടല്ലോ. ഇതിൽ എന്തോ ഒരു മർമ്മമുണ്ട് സാർ, നമുക്കത് അറിയുന്നില്ല. നീ കൊൽക്കത്തയിൽ പോയിട്ട് വാ. നിന്റെ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മൺസൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ നീ അവിടെ കാണും. ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്കൊരു മോട്ടോർ സൈക്കിളും തരും. താങ്ക് യു സർ. ഒരുപാട് ദിവസം അവിടെ താമസിക്കേണ്ടി വരുമോ സർ? അതെ, ജോലിയുണ്ടല്ലോ, പോയാലേ പറ്റുള്ളൂ. ഓക്കെ സർ. ഞാനിവിടെ തിരിച്ചു വന്നതിന് തെറ്റാണ്. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സർ, ഒന്നും പറഞ്ഞില്ല. ഓക്കെ, താങ്ക് യു സർ.